അല്ല പിന്നെ. കൈരളിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും രാംരാജ് കോട്ടൺ മുണ്ടുകൾ ഷർട്ടുകൾ സൂപ്പർ കിഡ്സിലേക്ക് ഹാർദമായ സ്വാഗതം. മറിഞ്ഞു വീഴുന്ന ശബ്ദം മരമുണ്ടാക്കുന്നു, പക്ഷേ വളരുന്ന വനമാവട്ടെ നിശബ്ദമാണ്. ഇവിടെ കുട്ടികൾ ഒരിക്കലും നിശബ്ദമാകാൻ പാടില്ല. പഠിക്കുമ്പോൾ മാത്രമേ ക്ലാസ് റൂമുകളിൽ നിശബ്ദമാകാം, പക്ഷേ ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ അവർ ശബ്ദമുണ്ടാക്കണം. പാട്ട് പാടണം, കവിത ചൊല്ലണം, കാര്യങ്ങൾ തുറന്നു പറയണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ വേണ്ടി നന്നായിട്ട് ശബ്ദമുള്ള എന്നാൽ നിശബ്ദവും ആവശ്യത്തിനുള്ള കുട്ടികളാണ് വന്നിരിക്കുന്ന മാതാപിതാക്കൾക്കും കുട്ടികൾക്കും എൻ്റെ നാമോഭാഗം. കിങ്ങിണി, നിവേദ്യ, യാദവ് കൃഷ്ണ, അദ്വൈത്, അങ്ങനെ നമ്മൾ ഇന്നത്തെ ദിവസം ആരംഭിക്കാൻ പോകുന്നത്. ഇപ്പോൾ ബാല്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കുസൃതി കാണിക്കുന്നതും വികൃതി കാണിക്കുന്നതും പറഞ്ഞാൽ അനുസരിക്കാത്ത പ്രായമെന്ന് പറയുന്നത് ഈ പ്രായമാണ്. ഇതിൽ ചെറിയ പ്രായം എന്ന് പറഞ്ഞാൽ ഒന്നും മനസ്സിലാകാത്ത പ്രായമാണ്. പക്ഷേ ഇത് എല്ലാം മനസ്സിലാകുന്ന പ്രായമാണ്. എന്താണ് പേര്? എന്ത് കുട്ടി? അക്ഷയ കുട്ടി. മോനെ വീട്ടിൽ എന്താ വിളിക്കണത്? കിങ്ങിണിന്ന് വിളിക്കുക. ശരിക്കും പേരെന്താണ്? അക്ഷയ. അച്ഛന്റെ പേരെന്താണ്? അച്ചാപ്പി. അമ്മയുടെ പേരാ? അമ്മാപ്പി. അച്ചാപ്പി, അമ്മാപ്പി, വിദ്യാമ്മ. മറ്റമ്മയുടെ പേരെന്താണ്? ശാന്തമ്മ. പാവമാണോ? പാവമാണോ? എന്ത് കഴിച്ചു രാവിലെ? എത്ര കഷ്ണം തിന്ന്? 4 കഷ്ണം പുട്ടാ. കറി എന്തായിരുന്നു? ക്യാബേജാ? ചാമ്പാറും പുട്ടും. മീൻ തിന്നുവോ? എന്ത് മീൻ തിന്നും? എന്ത് മീൻ? ചാളമീൻ. എത്ര എണ്ണം തിന്നും? 4 എണ്ണം തിന്നും. അച്ഛൻ വല്ലതും വാങ്ങിത്തരുവോ? എന്ത് വാങ്ങിത്തരും? കടല. പുട്ടും കടലയും. എവിടെയെങ്കിലും കൊണ്ടുപോകുവോ? സിനിമ കാണാൻ കൊണ്ടുപോകുവോ? പോവാ. അമ്പലത്തിൽ പോവോ? അമ്പലത്തിൽ പോവും. എന്നിട്ട് എന്ത് ചെയ്യും? പാത്തിരിക്കുവാ? പ്രാർത്ഥിക്കും. എന്തെന്ന് പ്രാർത്ഥിക്കും? എന്താ മോൻ പ്രാർത്ഥിക്കണത്? അമ്മച്ചിയുടെ പണി പോകണമെന്ന്. അമ്മച്ചിയുടെ പണി പോകണം. പിന്നെ എന്തൊക്കെ പോകണം? ചുമ മാറണം. പിന്നെന്ത് വേണം? പുട്ട് കിട്ടണം. അമ്മയാണോ പാവം അച്ഛനാണോ പാവം? അമ്മയോ തല്ലുവോ? കുറുമ്പിയാണോ? അമ്മ നുണ പറയുവോ? അമ്മ ഉമ്മ തരുവോ? അച്ഛൻ തരുവോ? കടിക്കും. അമ്മ ഉമ്മ തരും. മോൻ കടി കൊടുക്കും അല്ലേ? അമ്മ കച്ചും. അമ്മ കടിച്ചും. മോനെന്ത് ചെയ്യും? അപ്പൊ വിദ്യാമ്മൻ അടിക്കും. മറ്റമ്മ എങ്ങനെയുണ്ട്? പിന്നെ പുറ്റ് കൊടുക്കണം. മറ്റമ്മക്ക് പുട്ട് കൊടുക്കണം, എന്നിട്ട് അച്ചാപ്പിക്ക് തിന്നണം. പാട്ട് പാടുവോ? ഒരു പാട്ട് പാടിയേ. പാടിയാ കഴിഞ്ഞ? ഇതാണാ ആറ്റുമണയില് ചായ ചാടി കായലിൽ പോയി? അതാണാ? ഒന്നും കൂടി പാടിക്കേ. അന്തിവേലി ചാടി. വലുതാവുമ്പോ ആരാവും? വിദ്യാമ്മയുടെ മോളാ? ഡോക്ടർ ആവുക? എന്റെ പൊന്നോ, അത് പറയാൻ പറ്റണ്ട. ഡോക്ടർ ആവുക. എന്നിട്ട് എന്ത് ചെയ്യും? എല്ലാവർക്കും കുത്തുവെക്കാനാണ് നേരം. തല്ലി പിടിക്കും അച്ഛനും അമ്മയും കൂടി? എന്തു പറയും? ബുക്ക് കൊണ്ട് അടിക്കും. ചീത്ത പറയുവോ? എന്താ പറയണത്?
അടിച്ചു. അപ്പൊ അമ്മ എന്ത് ചെയ്യും? കറിയും. അപ്പൊ അമ്മ എന്ത് ചെയ്യും? അച്ചാപ്പേത്ത ഉടുക്കണ് തല്ലും. ഉടുപ്പ് തല്ലും. ഉടുപ്പിന് ഇവിടെ തല്ലും. ആ ഇങ്ങനെ ഇടിക്കും അല്ലേ? ഇടിച്ചു. ആരായിട്ട്? വിദ്യാമ്മടെ അച്ചാപ്പ എങ്ങനെ ഇടിക്കും? ഇങ്ങനെ. ആ മുട്ട് കഴിക്ക്. അപ്പൊ വിദ്യാമ്മ എന്ത് ചെയ്യും? വിദ്യാമ്മ കരയും. എങ്ങനെയാ കരയണത്? എങ്ങനെ? അങ്ങനെയാണോ? എങ്ങനെ കരയും? അപ്പൊ മോൻ എന്ത് ചെയ്യും? അമ്മനെ അടിച്ചു. ആര്? ചൂട് കൊണ്ട് അടിച്ചു. ചൂല് കൊണ്ടാ? എന്നാലും വിദ്യാമ്മ കരയും. കരയും അല്ലേ? എന്താ ഇഷ്ടം കൂടുതൽ? കൂടുതല് അപ്പം. അപ്പം എത്ര എണ്ണം തിന്നും? 4. ആ 4 അപ്പം അവിടെ ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കും. പുള്ളിക്കാരത്തി അവിടെ ഇരിക്കും. പേരെന്തെന്നാണ് മോൻ്റെ? കിങ്ങിണി എന്നാണ് പേര്. നല്ല പേര് വേറെയുണ്ട്, അക്ഷയ അല്ലേ? എത്രാം ക്ലാസ്സിലാണ് പഠിക്കണത്? 4ാം ക്ലാസ്സിലാണ് പഠിക്കണത്. അച്ഛനും അമ്മയും 10ാം ക്ലാസ്സിൽ. ഇത് മറ്റമ്മ 4ാം ക്ലാസ്സിൽ. പിന്നെ വിദ്യാമ്മ 10ാം ക്ലാസ്സിൽ. വിദ്യാമ്മ 10ാം ക്ലാസ്സിലും ഇത് 4ാം ക്ലാസ്സിലുമാണ്. 6 ക്ലാസ്സിന്റെ വ്യത്യാസമുള്ളൂ. ആ അപ്പൊ അവിടെ ഇരുന്നോ കേട്ടാ. അപ്പൊ നമുക്ക് 10ാം ക്ലാസ്സിലെ 4ാം ക്ലാസ്സിന്റെ പഠിപ്പ് കണ്ടു. സുഖമാണോ? ജലദോഷമുണ്ടോ? മൂക്കടപ്പുണ്ടോ? വേറെ കുഴപ്പമൊന്നുമില്ല? തണുപ്പടിച്ചു, തണുത്ത വെള്ളം കുടിച്ചു, തണുത്ത കാറ്റ് കൊണ്ടു. പിന്നെ എന്ത്? അമ്മ ടീച്ചറാണ്. ഞാൻ ചോദിച്ചത് തണുത്ത വെള്ളം കുടിച്ചോ എന്നാണ് ഞാൻ ചോദിച്ചത്. അമ്മ ടീച്ചറാണ്. ഏത് സ്കൂളിലെ ടീച്ചറാ? മോന്റെ സ്കൂളിന്റെ പേരെന്താ? ബിഷപ്പ് മോർ വിദ്യാപീഠ ETC ചേർത്തല. ചേർത്തല. ബിഷപ്പ് മോർ ഇത്രപ്പക്കി ചേർത്തല ബിഷപ്പ് മോർ സ്കൂളിലാണ് പഠിക്കണത്. അത് ചേർത്തലയിലാണ്, പട്ടണക്കാട് അല്ലേ? അമ്മയാണോ പാവം, അച്ഛനാണോ പാവം? അമ്മ തല്ലൂല, അടിക്കില്ല. അച്ഛനോ? രണ്ടുപേരും പാവമാണ്. ഒരു പാട്ട് പാടിക്കും. ചന്തം ഏതുണ്ടോടി താമര ചന്തം പൊട്ടു തൊട്ടോ കമ്മലിട്ടോ നേടിതൊന്നും അറിഞ്ഞതയില്ലേ പുനാര പൂക്കുവില്ലേ. ഇതാര് പഠിപ്പിച്ചാണത്? അമ്മ പാടുവോ നന്നായിട്ട്? അമ്മ എന്ന് പാടിക്കേ. അമ്മ പാടാറുണ്ടോ? പാട്ട് ടീച്ചറാണോ? സബ്ജക്റ്റ് അല്ലേ അല്ലേ? വിഷയങ്ങളല്ലേ പഠിപ്പിക്കണം? ഞാൻ ബയോളജിയാ. ആ ബയോളജി ടീച്ചറാ. അമ്മ പാട്ട് ടീച്ചറല്ല, എന്നാലും അമ്മ പാട്ട് പഠിപ്പിക്കാറുണ്ട്. അച്ഛൻ പാടാറുണ്ടോ? അച്ഛനും അമ്മയും കൂടി വഴക്കിടുവോ? അച്ഛനോട് ചോദിച്ചേ. വഴക്കിടുവോ? ഇതുവരെ വഴക്കിട്ടിട്ടില്ല. ക്ലാസ് ടീച്ചറിന്റെ പേരെന്താണ്? എങ്ങനെയുണ്ട്? നല്ല രസമൊന്നല്ല, നന്നായിട്ട് പഠിപ്പിക്കുവോ? ഉപദ്രവിക്കുവോ? ഉപദ്രവിക്കുവോ? തല്ലി കിട്ടിയിട്ടുണ്ടോ? ചൂലുണ്ടോ? ചൂരലുകൊണ്ട് അടി കിട്ടിയിട്ടുണ്ടോ? എത്ര പ്രാവശ്യം? 6 വർഷം. ഈ അടുത്ത കാലത്ത് കിട്ടിയ? ഈ അടുത്ത കാലത്ത് കിട്ടിയില്ല. ക്ലാസ്സിലെ ഏറ്റവും നല്ല കുട്ടി ആരാണ്? നുണ പറയാറുണ്ടോ? ഇപ്പൊ നുണ പറഞ്ഞ എന്തിനാ? കഥ അറിയാമോ? ഒരു കഥ പറഞ്ഞ. പണ്ട് ഒരു കാക്ക ഒരു വെള്ളത്തിൽ കല്ലിട്ടു വളർന്ന് ഒരു ചമ്പതനായി ഒരു മരമായി ചിന്തനായി പൊട്ടായി തന്തനായി തത്തായി തള്ളിയായി. അപ്പോൾ ഒരു കാക്ക അതിന് കണ്ടപ്പോ പേടിച്ചു പോയി, ഓടി പറന്ന് പോയി. അപ്പോഴാണ് ഒരു കാക്ക ഒരു മണ്ണ് കല്ല് കണ്ട് അതിനെ കഴിച്ച് കല്ല് വായിൽ വെച്ച് പറന്ന് പോയി. ഇതിന്റെ പുസ്തകമുണ്ടോ? എവിടെയെങ്കിലും കിട്ടുമോ ഈ കഥ? എവിടെ പഠിച്ചാണ് ഈ കഥ? ഇംഗ്ലീഷാ പറയുന്നത്. ഇതല്ലേ? അപ്പൊ ഇത് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് സമയം എനിക്ക് ആവശ്യമാണ്.